ആരപ്പത് തുറന്നിട്ട് എന്റെ പൈസയും കാണാഞ്ഞല്ലോ. എന്തപ്പത് കഥ? ഇതിന്റെ ഉള്ളിലൊരു മുതലും വെക്കാൻ പറ്റൂലേ? ആരപ്പത്തിന്റെ ഉള്ളിൽ വന്നീനേ? എത്ര ടൈം അവിടെ എന്ത് ഒച്ചുണ്ടാക്കണ്? ഇപ്പാ ഞാൻ എന്റെ പെരപ്പണിന്റെ ആവശ്യത്തിന് വേണ്ടിട്ടേ കുറച്ച് പൈസ ബാഗ് നിർത്തിക്കാണ്ട് ഇതിൽ കൊടുന്ന് വെച്ചേന് 5 ലക്ഷം റുപ്യ. ഇപ്പൊ ആൾമറ തുറന്നെടുക്കുന്നു. ആര് ഇങ്ങോട്ട് വന്നീനെ? ആ പൈസ കാണാനതിനെ ആരാപ്പന്റെ പൈസ എടുക്കണടാ? ഇവിടെ അന്യന്മാരൊന്നും ഇല്ലല്ലോ. ഇവിടെ എന്ത് വർത്താനം പറയും? അന്യന്മാരാരും ഇവിടെ വരൂല. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. അവനാന്റെ വരാണ്ടല്ലോ. നിങ്ങളെ മൂത്ത മോനെ ഓനല്ല ഇപ്പൊ ഞാനവിടെ പേര കയറ്റിന് കണ്ണുകടി ഓർത്തിട്ടുണ്ടാവും. എന്തപ്പോ ഈ പറയേണ്ടത്? അന്റെ പൈസ കാക്കെടുക്കൊന്നുമില്ല. കാക്ക അങ്ങനത്തെ ഒരാളൊന്നുമല്ല. ഏതായാലേ ഓട്ട് വരട്ടെ, ഒരു ചോദിച്ചാക്കാം കേട്ടോ. അതുവരെ പ്രശ്നമാക്കൊന്നും വേണ്ട. റംല, കാക്ക അനക്കും കുട്ടിയാക്കുള്ളേ ഡ്രസ്സും പിന്നെ കുറച്ച് മുട്ടായി ഇപ്പാക്കൊരു തുണി കുപ്പായമാണ്. എടന്ന് നിങ്ങക്ക് ഇതിനൊക്കെ പൈസ? ഒരു ഉറുപ്പ് നിങ്ങളെ കയ്യിലില്ലല്ലോ. അതെ, ഇന്റെ പഴയ ചങ്ങായിനെ കണ്ടിന് ഞാൻ. അപ്പൊ കുട്ടിയാൾക്ക് കുറച്ച് മുട്ടായും ഡ്രസ്സൊക്കെ വാങ്ങിക്കൊറഞ്ഞു കായ് തന്നു. പിന്നെ ഇപ്പൊ ഇനി ഒരു വിസ തരാന്ന് പറയണ്. പോവാൻ നോക്കണം. എടന്ന കാക്ക നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങാനുള്ള പൈസ? അപ്പൊ കുറിച്ചിട്ടാണ് ഒരു ഗൾഫുകാരൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ സത്യം പറഞ്ഞു, റഹീമിന്റെ പൈസ എടുത്ത് കാണില്ല ഇതൊക്കെ വാങ്ങിയത്? എത്തടിച്ച് പറയണേ, അനക്കും ഇന്റെ വിശ്വാസം ഇല്ലാണ്ടായോ? എടാ വിശ്വാസമായിട്ടൊക്കെ മതി. 5 ലക്ഷം ഉണ്ടാ. എത്തപ്പ നിങ്ങള് പറയണേ? റഹീമിന് 5 ലക്ഷം ഞാൻ എടുത്തുന്നോ? ഇതിന്റെ ചങ്ങായി പൈസ എന്നിട്ട് വാങ്ങിച്ചാണ് ഞാന്. റഹീം പറഞ്ഞു, നിങ്ങളും വിശ്വസിച്ചോ? പറഞ്ഞു കൊടുത്തോളം മതി. ഈ റേവിന്റെ 5 ലക്ഷം കൊണ്ടുവന്നിട്ട് കയറിയാൽ മതി. എന്റെ ഒരു തുണിയും പോയി പോളാർന്ന്. പറഞ്ഞേക്കല്ലേ പോലെ അങ്ങനെ പറഞ്ഞേക്കല്ലേ, പോകാൻ പറ്റേ. ഇത് പോളിന് മുമ്പേ ഈ 5 ലക്ഷത്തിന് തീരുമാനം ഉണ്ടാക്കിട്ട് പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഞാൻ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കും. അതിനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കിച്ചു. എടി, ഞാൻ എടുത്തിട്ടില്ല.